അവന്റെ ഒരു ശാന്തി മുഹൂർത്തം പകൽക്കിനാവ് കാണുകയുള്ളൂ. ശാലിനി, ഇത് ചതിയാ. നിന്നേക്കാൾ വലിയ ചതിയൊന്നും ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല സുസ്മിതേ. നീ സ്വയം ഒരു ചതിയാ. ഈ കല്യാണം ചതി, നിന്റെ ജീവിതം ചതി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സത്യാമ്മ വരെ ചതിക്കുന്നു. ശാലിനി എന്താടി നീ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നെ? കണ്ടു നോക്ക്. സത്യഭാമേ, നിങ്ങളൊരു മരമണ്ടിയാ. ഈ സുസ്മിത ആരാണെന്ന് നിങ്ങൾക്ക് ഇനി അറിയില്ല. അയ്യോ ശാലിനി, ഇപ്പൊ എങ്ങനെയുണ്ട്? വയറുവേദന ഉണ്ടോ അതോ ഇല്ലേ? ഇല്ല. ഇനിയത് ഉണ്ടാവാൻ സാധ്യത വല്ലതും ഉണ്ടോ? ഇല്ല. എന്തിനാ ശാലിനി? എങ്ങോട്ടാ? ശാന്തി മുഹൂർത്തത്തിന് ഒരുങ്ങാനായിട്ട്. വേണ്ട ശാലിനി. അപ്പൊ നീ വരുന്നോ അതോ ഞാൻ ഈ വീഡിയോ സത്യാമ്മയെ കാണിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വരാം. ഒച്ചുടാ, നല്ല ഒറ്റ. വാ. അവൾക്കിത് എന്തു പറ്റിയോ എന്തോ? ഇങ്ങനെയൊന്നും സാധാരണ വരാത്തത് അവൾക്ക്. സുസ്മിതയോ? നിന്റെ വയറുവേദന മാറിയോ? മാറി ആന്റി. ഇത്തിരി ഊർജത്തോടെ പറ സുസ്മിത. വേദനയൊക്കെ മാറിയതല്ലേ? വേദന നിശേഷം മാറിയോ? സുസ്മിതേ പറ. മാറി മാറി. അതിന് എന്താ അതിശയം സംഭവിച്ചത്? അല്ല, വേദന കാരണം ഒരു അടി പോലും നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാനൊരു ട്രീറ്റ്മെന്റ് ചെയ്തതാ സത്യാമ്മ. ഇനി ആ വേദന വരേയില്ല. അത്രയ്ക്ക് മാജിക്കുള്ള എന്ത് ട്രീറ്റ്മെന്റാ നിനക്ക് അറിയാവുന്നത്? ഇതോ ഒരു തരം ട്രീറ്റ്മെന്റ് തന്നെ അല്ലേ? മൊബൈൽ തെറാപ്പി എന്ന് പറയും. മൊബൈൽ തെറാപ്പിയോ? അതെന്ത് ട്രീറ്റ്മെന്റാ? ഇതൊരു തരം പുതിയ ട്രീറ്റ്മെന്റാ സത്യാമ്മ. അക്യുപങ്ക്ചർ, പ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എന്നാലത് എനിക്കൊന്ന് പരീക്ഷിക്കണം കേട്ടോ. സുസ്മിതയോട് ചോദിച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ആണോ മോളെ? അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നീ എനിക്കൊന്ന് പഠിപ്പിച്ചു തരണേ. അതൊക്കെ ഇനി എന്തിനാ ആന്റി ഇപ്പൊ പറയുന്നേ? എന്റെ വയറുവേദന മാറിയില്ലേ? നന്ദിയുണ്ട് കേട്ടോ ശാലിനി. അതെ, എന്റെ കുഞ്ഞിന്റെ ശാന്തി മുഹൂർത്തം മുടങ്ങിയില്ലല്ലോ. നന്ദി. ഒരു അരിവാള് കിട്ടിയാ ഇവളെ വെട്ടിയരിഞ്ഞ് കുഴിച്ചിട്ടേനെ ഞാൻ. ഈശ്വരാ, ഒടുവിൽ അവൾ എന്നെ കൊണ്ടുപോയി പെടുത്തിയില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേ? നീ യുദ്ധം തോറ്റു സുസ്മിത. ഇനി ആയുധം വെച്ച് കീഴടങ്ങി സമസ്താപരാധം പറയുന്നതാ നിനക്ക് നല്ലത്. മതി മതി, കഴിക്കർജുനേട്ടാ. കഴിക്കുമോനെ. നമ്മുടെ സുസ്മയുടെ വിവാഹ സദ്യ ഒരുപാട് നാളുകൂടി ഞാൻ നിറച്ചുണ്ടു. ഓ, ഒരു ധൂമകേതു ഒഴിഞ്ഞങ്ങ് പോയല്ലോ ഈ വീട്ടിൽ നിന്ന്. ഇപ്പൊ മനസ്സിന് എന്താ സമാധാനം എന്നറിയോ? സാറ് വരാതിരുന്നതുകൊണ്ട് ഇവിടെ ഒരാൾ കഴിച്ചതേ ഇല്ല കേട്ടോ. ഇത്രയും നേരവും പട്ടിണിയായിരുന്നു.
അർജുനേട്ടനൊപ്പം ഇരുന്ന് ഈ സദ്യ കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. നടക്കില്ലെന്ന് കരുതി. അല്പം വൈകിയാണെങ്കിലും സാധിച്ചല്ലോ. അർജുനേട്ടന് മനസ്സിലായോ? അർജുനേട്ടൻ വരില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കല്യാണം കൂടാൻ ഇറങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലായി പ്രീതി. എന്റെ വയറ്റിലെ കുഞ്ഞിനെ കുരുതി കൊടുത്തവളുടെ കഴുത്തിൽ കല്യാണമാല വീഴുന്നത് എനിക്ക് കാണുമായിരുന്നു. ഭ്രാന്തി പിടിച്ച കുതിരയെ പോലുള്ള അവളുടെ പടയോട്ടം തീർന്നു പ്രീതി. രോഹിത്തുമായുള്ള ശാന്തി മുഹൂർത്തോടെ കഴിയുന്നതോടെ സുസ്മിത തീർന്നു. ശാലിനെ ഒഴിവാക്കി വിഷ്ണുവിനെ സ്വന്തമാക്കാൻ പിന്നെ അവൾ ശ്രമിക്കില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്നേ, കഴിക്കടാ. ഇവളെന്താ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ? അവൾക്ക് നാണമായിരിക്കും ശാലിനി. നാണിക്കണ്ട മോളെ, ചെല്ല്. ആന്റി, എന്താ മോളെ ഇത്? ശാന്തി മുഹൂർത്തം കുറിച്ചിട്ട് അല്ല, എനിക്ക് വയറുവേദന. എന്താ 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 മോളെ, വയറുവേദന വീണ്ടും തുടങ്ങിയോ? അല്ല, വയറുവേദന ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയായിരുന്നു. എന്നാ മോള് ചെല്ല്. നിന്നെ രോഹിതന്റെ ബെഡ്റൂമിലാക്കിയിട്ട് വേണം എനിക്ക് മടങ്ങാൻ. സത്യമ്മ ഇപ്പൊ തന്നെ മടങ്ങാണോ? നിങ്ങൾ വരുന്നുണ്ടോ? അമ്മയുടെ കൂടെ 1-2 ദിവസം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു. വിഷ്ണു? വിഷ്ണുവേട്ടനും അവിടെ നിൽക്കാന്നാ പറഞ്ഞേ. മോളെ ചെല്ല്. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ബ്രഹ്മാസ്ത്രം മാത്രമേ വഴിയുള്ളൂ. രോഹിത്തെ, ശേഷം ഭാഗം നിന്റെ റൂമിനുള്ളിൽ. എന്താ മോളെ നീ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല ആന്റി. പൊയ്ക്കോടോ. ശരി സാർ. അച്ഛാ, ഞങ്ങളങ്ങോട്ട്. അയ്യ മക്കളെ, ഈ രാത്രി തന്നെ പോണോ? അച്ഛനറിയാലോ കാര്യങ്ങളൊക്കെ. മോനെ, ഭാമ ശാരദാമ്മയുടെ വീട്ടിൽ വന്നപ്പോ നിന്നെ കല്യാണം ക്ഷണിക്കായിരുന്നൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. ഭാമ കാണിച്ച തെറ്റ് തന്നെയാ. നിനക്കിവിടെ രാത്രി തങ്ങാനും മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രീതിയെ കൊണ്ടുപോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, മോൾക്കിത് 8ാമത്തെ മാസമല്ലേ? എട്ടാം മാസം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതിനിടയ്ക്ക് ഈ ബൈക്ക് യാത്ര എന്നൊക്കെ പറയുമ്പോൾ പേടിക്കണ്ട അച്ഛാ, ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചോളാം. അല്ല മോളെ,
അവിടെ ശാരദാമ്മ സ്വന്തം അമ്മയെപ്പോലെ തന്നെയുള്ള സ്നേഹം തരുന്നുണ്ടച്ച. ഈ സമയത്ത് ശാരദാമ്മയുടെ കൂടെ നിർത്താനുള്ള വിഷ്ണുവേട്ടന്റെ തീരുമാനം നന്നായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പോ നല്ലതുപോലെ വയറൊക്കെ പുറത്തറിയാറായില്ലേ? ഇവിടെ വളരെ പ്രയാസപ്പെട്ട അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നെ. ഇടയ്ക്ക് വയറിൽ ബെൽറ്റ് വരെ കെട്ടിയിരുന്നു. പല സമയത്തും പിടി വീഴുമെന്ന് വരെ പേടിച്ചു. അപ്പോഴെല്ലാം ശാലിനിയെ സഹായിച്ചത്. പക്ഷേ അധിക സമയം ബെൽറ്റ് കെട്ടുന്നതും കുഞ്ഞിന് നല്ലതല്ല. പിന്നെ പേടിച്ച് മുറിക്കകത്ത് കഴിഞ്ഞുകൂടും. വേറെ പോകാൻ എനിക്കൊരു ഇടമില്ലല്ലോ. ശാരദാമ്മയുടെ വീട്ടിലാവുമ്പോ ആരെയും പേടിക്കണ്ട. ശാരികയ്ക്ക് ശ്യാമയ്ക്കും എല്ലാം കാര്യങ്ങൾ അറിയാം. എന്തായാലും ഭാമ ഇതറിയും. ഇതിപ്പോ ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. ഇതെല്ലാം അറിയുമ്പോ നിന്റെ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നാ? അമ്മ എന്നോട് ക്ഷമിക്കും, എനിക്കത് ഉറപ്പാ. ഇല്ലടി. നാളെ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് അമ്മ ഇത് എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നീ വരുമ്പോ സത്യഭാമ നിനക്ക് പട്ടും വളയും തന്ന് സ്വീകരിക്കണം. മാറി നിൽക്കട. പക്ഷേ കൂടെ കഴിഞ്ഞ നിങ്ങൾ, എന്റെ ഭർത്താവ്, 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച എന്റെ മകള്, നിങ്ങളൊക്കെ എന്നോട് ചെയ്ത ഈ ചതി എനിക്ക് പൊറുക്കാനാവില്ല. അത് ഇവിടുത്തെ വേലക്കാരിക്ക് പോലും അറിയായിരുന്നു രാഘവേട്ട. അപ്പോ നാട് ഭരിക്കുന്നു സ്വയം അഹങ്കരിക്കുന്ന സത്യഭാമ ആരായി? നീയും അർജുനുമായിട്ടുള്ള ബന്ധം ഞാൻ വിലക്കിയിരുന്ന സമയത്ത് നീ ഗർഭിണി ആയതുകൊണ്ട് അക്കാര്യം നീ എന്നിൽ നിന്നും മറച്ചു വെച്ചു എന്നല്ലേ ആദ്യം പറഞ്ഞത്, അല്ലേ? ഇപ്പോ ഇതിനെന്ത് വിശദീകരണം തരാൻ പറ്റും നിനക്ക്? നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നെന്ന് ആരോപിച്ചല്ലേ എന്നെ കൈവേലം അണിയിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്? ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ചടി 8 മാസം പ്രായമുള്ള നിന്റെ ഈ ദിവ്യ ഗർഭം? ഞാനെല്ലാം പറയാം. എനിക്കൊന്നും തന്നെ കേൾക്കണ്ടടി. അമ്മേ, സുസ്മിത അറിയോന്ന് പേടിച്ചാ ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അമ്മേ, ഞാൻ പറയുന്നു ഒന്ന് കടന്നു പോടി എന്റെ മുന്നീന്ന്. അവിടെ ഒരു പൊങ്കണ്ണീര്. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നിറവേറാട്ട് നിൽക്കുന്ന പെണ്ണവള്. ഇറങ്ങി പോനാ പറഞ്ഞത്. അവളുടെ ഒരു നിറവയറ്. സത്യമേ, ഇറങ്ങാൻ തന്നെയാ പോകുന്നത്. പക്ഷേ ഇനി എന്റെ ഭാര്യയുടെ ദേഹത്ത് നിങ്ങൾ കൈവച്ച നീ എന്ത് ചെയ്യൂടാ? നാട് ഭരിക്കുന്നു എന്നുള്ള അഹങ്കാരം അതോടെ ഞാൻ തീർക്കും. ഇറങ്ങട എന്റെ വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കില്ല സത്യാമേ. നിങ്ങളുടെ അട്ടഹാസവും കൊലവിളിയും കണ്ടു വളരാൻ പാടില്ല. സ്വന്തം ഭർത്താവിനുള്ള ഗർഭത്തെ പറ്റി ഒരമ്മയോട് പറയാൻ പറ്റാത്ത വേറൊരു പ്രീതി കൂടി ഇനി വേണ്ട.
വാ പ്രീതി. ഭാമേ വാ അർജുനേട്ടാ, അമ്മേ. മോളെ മോളെ അർജുൻ വരാൻ. മോളെ ഭാമേ ഭാമേ നീ എന്താ കാണിക്കുന്നേ? പിള്ളേ സാർ. പിള്ളേ വേണ്ട. വീൽ ചെയറിൽ തൊട്ടു പോയേക്കരുത്. പറഞ്ഞത് മനസ്സിലായോ പിള്ളയ്ക്ക്? ഇങ്ങനൊരു അമ്മ ഇല്ലാതിരിക്കുന്ന പ്രീതി നല്ലത്. വാ പ്രീതി. എന്റെ ഒരു വശം തളർന്നു പോയതുകൊണ്ട് എന്നെ പരിഹസിക്കണ ഭാമേ നീ. പിള്ളേ എടോ, താൻ ആരോടെ ഭയക്കുന്നേ? തന്നോടാ പറഞ്ഞത് വരാൻ. പ്രീതി തുറക്കടോ. നീ വന്ന് കയറ്. വരാൻ. തുറക്കാൻ. വാതിലിൽ കുറ്റിയെടുക്കാൻ. മോനെ അർജുൻ, പ്രീതി. എടോ എടോ പിള്ളേ, എന്റെ മക്കൾ പോകണ്ടോ? ഇതും കൊണ്ട് അല്ല ഇതെന്തിനാ പാല്? ഓ ഇവൻ എന്തിനുള്ള പുറപ്പാടാ? ഈ മരത്തലേനെ അക്കാര്യം ഓർമ്മിപ്പിക്കണ്ടായിരുന്നു. പാല്. ഈ സമയത്ത് ഞാൻ പാല് കുടിക്കാറില്ല. നീ കുടിച്ചോ? ഞാനും കിടക്കാൻ നേരം പാല് കുടിക്കാറില്ല. ഈ
ഈ വീട്ടിൽ ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെ ബെഡില് മുല്ലപ്പൂവ്, കുടിക്കാൻ പാല്, ഇതൊക്കെ ആരുടെ ഐഡിയ? ഭാമാന്റിയുടെ. ഇതിലൊന്നും അല്ല സുസ്മിത കാര്യം. മനസ്സുകളുടെ ഐക്യത്തില. അതേ അഭിപ്രായം തന്നെ എനിക്കും രോഹിത്. അല്ല രോഹിത് ഏട്ടൻ. അപ്പോ ശാന്തി മുഹൂർത്തത്തിലേക്ക് കടക്കുകയല്ലേ?